റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശനിയാഴ്ചകളിൽ ഇടുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന മെസ്സേജ് ധാരാളം പേർ ജീവിതത്തിൽ അനുഗ്രഹകരമാകുന്നു എന്ന് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശമാണ്. നാം പലപ്പോഴും ആത്മവിശ്വാസമില്ലാതെ നാം പ്രവർത്തിച്ചാൽ നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല. ഞാനിങ്ങനെ കുറിച്ച് വെച്ചേക്കുന്ന ആത്മവിശ്വാസമില്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കണമേ, സ്കിപ്പ് ചെയ്യാതെ ഒടുവരെ ഈ വീഡിയോ കാണണം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പലരും പല കാര്യങ്ങളും തുടങ്ങി നിർത്തി. അതെന്താ കാര്യം എന്നറിയോ? അവരവരുടെ ആശയത്തിലോ അവരുടെ ഹൃദയത്തിലെ പ്രേരണ കൊണ്ടോ ചെയ്തതല്ല. ആരോ പറഞ്ഞു നല്ലത് അവർ ചെയ്തു. എന്ത് കാര്യം ചെയ്താലും ആത്മവിശ്വാസം, നിങ്ങൾക്കതിനകത്തൊരു കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട. മറ്റുള്ളവരോട് നോ എന്ന് പറയാൻ നിങ്ങൾ മടിക്കണ്ട. ചിലർ മനുഷ്യൻ്റെ പ്രീതി മാൻ പ്ലീസിങ്, അതായത് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനായിട്ട് ചിന്തിക്കുന്നവർ, അതൊക്കെ അവർ പറയുമ്പോൾ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിനകത്തൊരു ഉറപ്പില്ലെങ്കിൽ, അതിനകത്ത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം, ഞാനതാ മുമ്പേ പറഞ്ഞത്, സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കാനൊക്കത്തില്ല. അതേസമയം നിങ്ങൾക്ക് അതിനകത്തൊരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ആ നിങ്ങൾ കാണുന്ന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ വരാത്തപ്പോഴും നിങ്ങൾക്കറിയാം അതിന് ഞാനൊരു ഡെസ്റ്റിനിയിലേക്ക്, അതായത് അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ കാണും. ഞാനതിനൊരു ഉദാഹരണം ഞങ്ങളോട് പറയട്ടെ. ഒരു കർഷകൻ വിത്തിട്ടിട്ട് പിറ്റേ ദിവസം പോയി അദ്ദേഹം തുറന്നത് നോക്കൂ. അതിന് ഓരോ കാലയളവുണ്ട്. അത് ഭൂമിക്കടിയിൽ ആ വിത്ത് പിടിച്ച് അത് മുള പൊട്ടി വേര് പിടിച്ച് അത് വളർന്നു വരാൻ ടൈം എടുക്കും. അപ്പോൾ ആത്മവിശ്വാസമുള്ള ഒരാൾക്കറിയാം അതിനൊരു ടൈമുണ്ട്. ഒരു അത്ലറ്റിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നാളത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കം അവർ ചെയ്യുന്നു. അവർ കാണിക്കുന്ന അഭ്യാസങ്ങളും അവർ ചെയ്യുന്ന എക്സർസൈസും ട്രെയിനിങ്ങും എല്ലാം വരും കാലത്ത് നിൽക്കാനുള്ളൊരു കോൺഫിഡൻസിൽ അവർ ചെയ്യുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ വിളിച്ച്, നിന്നെ ഞാനൊരു വോളിബോൾ ചാമ്പ്യനായിട്ടാണ് കാണുന്നത്, നിന്നെ ഒരു ഫുട്ബോൾ ചാമ്പ്യൻ, നിന്നെ ക്രിക്കറ്റ് താരമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് നമ്മൾക്ക് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാനൊക്കെ അവരെ. പക്ഷേ അവരുടെ അകത്തേക്ക് അവർ ചെയ്യുന്ന, നോക്കി പ്രാക്ടീസ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഒരാളോട് ഒന്ന് പറയുക, നിന്നിലൊരു ഉയർച്ച കാണും, അതവരെ തീർച്ചയായിട്ടും എൻകറേജ് ചെയ്യും. അല്ലാതെ ഒരാളോ നിന്നെ ഒരു വലിയ ബിസിനസ്മാൻ എന്ന് ആരെങ്കിലും കാണുന്നെന്ന് പറഞ്ഞിട്ടാണോ നമ്മുടെ ഈ വലിയ നിലയിൽ ബിസിനസ് ചെയ്യുന്നവർ ചെയ്യുന്നത്? അവർ ചെറിയ നമ്മുടെ ഇദ്ദേഹം യൂസഫ് അലി സാറ് പറഞ്ഞെന്തോ, ചെറിയ കാര്യങ്ങൾ, പിതാവിനെന്തോ ഷോപ്പുണ്ട്, അവിടെയൊക്കെ ചെയ്ത് ചെറിയ കാര്യങ്ങളിലൂടെ കാരണം അവർക്കുണ്ടായിരുന്ന ആ ചെറിയ ആത്മവിശ്വാസം അത് വളരും. നിങ്ങൾ ആത്മവിശ്വാസത്തിലാണ്, നോക്കിയ സെൽഫ് കോൺഫിഡൻസിലാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കാലം അല്ലെങ്കിൽ നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങളെ തെളിയിക്കും. അതിൻ്റെ റിസൾട്ടുകൾ പെയ്യെ നിങ്ങൾ കാണാൻ തുടങ്ങും. ഒരു തൈ നട്ടിരിക്കുന്ന ഒരാൾക്ക് നോക്കി അവരാ മണ്ണിൽ വിതച്ച വിത്തിൻ്റെ ഫലം അവർ കണ്ടു തുടങ്ങുന്നു എന്ന് അവരെപ്പോഴാണ് പറയുന്നത്? അവർ നോക്കി നാം പെടുമ്പോഴാണ്. അത് വളരുമ്പോൾ അവർ പെട്ടെന്ന് അതിനെന്ത് കൊടുക്കും? അതിന് വളം കൊടുക്കും, അതിന് വെള്ളം കൊടുക്കും, അതിങ്ങനെ വേണ്ട എന്തൊക്കെ കമ്പോസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം കൊടുത്ത് അതിനെ, അപ്പോഴും അവർ ഫലം കാണുന്നില്ല. പക്ഷെ അവർക്കറിയാം അധികം താമസിക്കാതെ ഫലം കാണാൻ പോകും, അധികം താമസിക്കാതെ. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തുടങ്ങണം. നിങ്ങളൊരാളിനോട് പറയും, ബ്രദർ ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് ചില കാര്യം തുടങ്ങി, ഞാനൊന്നും ഇതുവരെ കാണുന്നില്ല. കാണും. ആത്മവിശ്വാസത്തോടെ നിങ്ങൾ തുടങ്ങിയതെങ്കിൽ നിങ്ങളതിൻ്റെ റിസൾട്ട് കാണും. നിങ്ങൾക്കത് കാണാതിരിക്കാനൊക്കത്തില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. അതിന് ചിലപ്പോൾ ടൈം എടുക്കും. കാരണം സാഹചര്യങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പറയുന്നു അത് നടക്കുമെന്ന്. ഉള്ളിൽ നിങ്ങളത് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ലളിതമായ ഒരു ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങളൊരു യാത്ര ചെയ്യാനായിട്ട് നിങ്ങളൊരു ബസ്സിൽ കയറി. നിങ്ങൾ കയറിയത് നിങ്ങൾ വെറുതെ കയറിയതല്ല, നിങ്ങൾ ആ ബോർഡ് കണ്ടാണ് കയറിയത്. ട്രെയിനിൽ കയറി നിങ്ങൾ വെറുതെ അല്ല, നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഇറങ്ങേണ്ടത്, ആ ടിക്കറ്റാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്.
അപ്പം നിങ്ങൾക്ക് ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ട്രെയിൻ പയ്യെ പോയാലും സ്പീഡിൽ പോയാലും ബസ് പയ്യെ പോയാലും സ്പീഡിൽ പോയാലും ഇടയ്ക്ക് നിർത്തിയാലും ഏതെങ്കിലും സ്റ്റോപ്പിൽ നിർത്തിയാലും ടിക്കറ്റ് എടുത്തിരിക്കുന്നവർക്ക് ഇത് ഡെസ്റ്റിനി ചെല്ലുമോ, ഇത് സ്ഥലത്ത് യഥാർത്ഥ സ്ഥലത്ത് ചെല്ലുമോ എന്ന് അവർക്ക് ചിന്തയില്ല. കാരണം അവർക്കറിയാം ആ ടൈമിൽ അവിടെ ചെല്ലും. ബ്ലോക്ക് വന്നാൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യവരെ. അതുകൊണ്ട് ഇന്ന് ഇങ്ങനൊരു വിശ്വാസം നിങ്ങളുടെ അകത്തേക്ക് ഒന്ന് കത്താനായിട്ട് ഞാൻ ഒരു വലിയൊരു ഒരു 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 ഇൻസ്പയർ ചെയ്യുക. ദൈവത്തിൻ്റെ ഒരു ശക്തി നിങ്ങളെ തൊടുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്, ആത്മവിശ്വാസത്തോടെ നീ തുടങ്ങിയെങ്കിൽ. വേണം ചിലർ പറയും എനിക്ക് ആത്മവിശ്വാസം എനിക്ക് വരുന്നില്ല. ആത്മവിശ്വാസം വരുന്നുണ്ടെന്ന് ചെയ്യണ്ട. ഒന്നും അങ്ങനെ വരാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വെറുതെ ഇരിക്കുമ്പോൾ ദൈവം നിന്നെ അത് നയിക്കും, എന്തിനേലും നയിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കവിത എഴുതാനായിരിക്കും, ചിലർക്ക് പുസ്തകം എഴുതാനായിരിക്കും, ചിലർക്ക് പാട്ട് എഴുതാനായിരിക്കും, സിനിമ ഡയറക്റ്റ് ചെയ്യാനായിരിക്കും, സിനിമയിൽ അഭിനയിക്കാനായിരിക്കും. നിങ്ങൾക്ക് എന്തോ വാസന നിങ്ങൾ തിരിച്ചറിയും. അപ്പം നിങ്ങളെ എനിക്ക് ചെറിയ സന്ദേശം ഇതാണ് പറയുന്നത്, എന്ത് നിങ്ങളെ ആത്മവിശ്വാസത്തിലോട്ട്. ചിലർ നമുക്ക് കണ്ടിട്ടില്ല, എനിക്കൊരു നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങളറിയാം ഞാനൊരു ചെറിയ ബിസിനസ്, അതെന്തോ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ വ്യക്തതയോടെ ഒരു മറുപടി പറയും. ഒന്നിൽ അവർ പറയും ഞാൻ ഇങ്ങനൊരു ഷോപ്പാണ്, ഒരു ഇലക്ട്രീഷ്യൻ പറയും ഞാൻ അല്പം പ്ലംബിങ്ങിൻ്റെ ഇലക്ട്രിക് സാധനമാണ്, ചെറിയൊരു ഷോപ്പ്. അപ്പോൾ അയാൾക്ക് അതിനകത്തൊരു ആത്മവിശ്വാസമുണ്ട്. ഒരു മെക്കാനിക്ക് അല്ല അത്യാവശ്യം ഓട്ടോമൊബൈൽ അങ്ങനെ പഠിച്ച ആൾ പറയാം ഞാനൊരു വർക്ക്ഷോപ്പ് തുടങ്ങും, അയാൾ കോൺഫിഡൻസോടാ. കടയ്ക്ക് വലിയ മുതലും മുടക്കില്ല, അദ്ദേഹത്തിന് അതിന് ജയമെടുക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാനതാണ് പറഞ്ഞത്, ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയത്തില്ല. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അയ്യോ പരാജയം വന്നാൽ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എനിക്ക് വേറെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വേറെ ആളിടങ്ങളിൽ നിന്ന് വേറെ ആൾ എനിക്കെതിരെ പ്രവർത്തിച്ചു, എൻ്റെ അപ്പുറത്ത് 3-4 കടകൾ വന്നു. ഒന്നുമല്ല വിഷയം, 100 കടകൾ വരട്ടെ. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളൊരു സ്ഥാപനം നടന്ന ഘട്ടത്തിൽ ഞങ്ങൾ അല്പം കടന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങൾ സ്ഥലമോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ അതേ പ്രൊഫഷൻ അതേ സംഭവം തൊട്ട് താഴെ ഒരാൾ തുടങ്ങി. അവർക്ക് സ്റ്റെപ്പ് കയറി, ഞങ്ങളുടെ അന്നൊരു പടവ് കയറി, ഇത്ര പടവ് കയറി വേണം മേളി വരാൻ. പക്ഷേ ആ താഴെ അവിടെ ആ സ്ഥാപനം തുടങ്ങിയപ്പോൾ എൻ്റെ പിതാവിനോട് ഒരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കുള്ളത് നമുക്ക് ലഭിക്കും. അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിലൂടെയുള്ളൊരു വാക്കാനും ഒന്നും ഞങ്ങളെ ബാധിച്ചില്ല. ഇത് പലതും പലയിടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നിങ്ങളുടെ അകത്തൊരു ആത്മധൈര്യം ചിലക്കുന്നത്. ആത്മധൈര്യം ആ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടെന്ന് തന്നെ പറയാം. എനിക്ക് ആ സ്ഥലം പറഞ്ഞു, എനിക്ക് ആ സ്ഥലത്ത് പോകണമെന്നേ ഇല്ലായിരുന്നു, പലരുടെ നിർബന്ധമുണ്ട്. അങ്ങനെ ബിസിനസ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. വൈഫ് എന്നെ നിർബന്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് എന്തിനങ്ങനെ ചെയ്യുന്നു? നിങ്ങൾക്കകത്തൊരു ഉറപ്പുണ്ടോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എൻ്റെ ജയം കാണാൻ കഴിയും? അത് നാളെ ഞാൻ പറയുന്നില്ല, ഇന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പം ഒരു ടൈമുണ്ട്, ഏതിനും ടൈമുണ്ട് അല്ലേ? നടുവാനൊരു കാലം, പറിക്കാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം. പ്രത്യേകിച്ച് നിങ്ങൾ ദൈവാധീനങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോടാണെങ്കിൽ പെട്ടെന്നായിരിക്കും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ചിന്ത ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു, ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ വാട്ട് എവർ യു ടച്ച്, വേർ എവർ യു ഗോ ഷാൾ ബിക്കം പ്രോസ്പർ. ആത്മവിശ്വാസം ഇല്ലയോ നിങ്ങൾ കാത്തിരിക്കുക, ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്ത്. ചില പറയാം 3-4 പേർ എന്നോട് പറഞ്ഞു ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ചെയ്തു. അങ്ങനെ ചെയ്തു. 3-4 പേർ അവരുടെ കോൺഫിഡൻസാണ്, അവരുടെ വിശ്വാസം, അവർ ജയിക്കും. നിങ്ങൾ ചെയ്യണേ. അതിന് വെയിറ്റ് ചെയ്ത് ഒരു ഉറപ്പ് കെട്ടിട്ട് ചെയ്തു. പരാജയത്തിൻ്റെ മുമ്പിൽ നിന്നാലും തകർച്ച മുമ്പിൽ നിന്നാലും ഒന്നും കാണുന്നില്ലെങ്കിലും ജയം നിങ്ങളുടെ പക്ഷത്താണ്. ഗോഡ് ബ്ലെസ് യു.